ടിക്കറ്റ് ഉണ്ടോ? എത്രയാ അവിടെ ചോദിച്ചറിയാം. ഈ മൊബൈലൊക്കെ എടുക്കുന്നതിന്, ക്യാമറ എടുക്കുന്നതിന് എന്തെങ്കിലും മീൻസ് ക്യാമറ അല്ല, ഈ മൊബൈലും കാര്യമാണ്. അങ്ങനെ നമ്മൾ അഡ്വഞ്ചർ പാർക്കിനകത്തേക്ക് കടക്കുവാണ്. ഞാൻ വലുതായിട്ട് ആക്ടിവിറ്റീസിലൊന്നും കയറത്തൊന്നുമില്ല, കാരണം എനിക്ക് കാലും കൈയും ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കലകളും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. ബട്ട് ജസ്റ്റ് വന്ന സ്ഥിതിക്ക് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. നമുക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എൻ്റെ കാള ഞാൻ മണ്ട് കയറിയൊരു സാധനം അപ്പുറത്തുണ്ട്. എന്തിലെങ്കിലും കയറാം. ബോട്ടിങ് എങ്ങാനും ഉണ്ടെങ്കിൽ അത് കയറാം. നമുക്ക് പറ്റിയ പണി കയറാം. ഒന്നാമത്തെ കാര്യം, എനിക്ക് ലഗേജും ബാഗും ഒന്നും ഇവിടെ വയ്ക്കാൻ ക്ലോക്ക് റൂമുകളില്ല എന്നാണ് എൻ്റെ ഊഹാപോഹം. കറക്റ്റ് ആണെങ്കിൽ ഇതേ ആക്ടിവിറ്റിയുടെ കുറച്ചു നേരം ഇരിക്കാന്ന് വെച്ചു ഞാൻ. ഭയങ്കര കോടയാണ് ആ സൈഡ്. ബെറ്റർ ആക്ടിവിറ്റീസിലൊന്നും കയറാതിരിക്കുന്നില്ല. സൈക്കിൾ ഡ്രോപ്പിൽ വരുന്നതിനകത്തൊന്നും ഒരു സാധനങ്ങളും കാണാൻ പറ്റുന്നില്ല. നമുക്ക് നോക്കി അറിയാൻ പറ്റും. എന്താ ഇതിനകത്ത് മാക്സിമം 1 hour ആണോ? നിങ്ങൾക്ക് 8 മണി വരെ നിൽക്കാം. 4 മണിക്ക് ശേഷമാണ് പ്രൈസ് മാറുന്നത്. 4 മണിക്ക് ശേഷം വേറെ റേറ്റിംഗ് ആണ്. 100 രൂപ വരെ. ഈ ചെരുപ്പിട്ട അറ്റം വരെ പോകാൻ പറ്റുമോ? ഹീൽസ് ഇട്ട് അങ്ങനെ നമ്മൾ ഫ്ലവർ ഗാർഡൻ നടത്തി. ഒന്നും കണ്ടുകൂടാ കോടയായതുകൊണ്ട്. അവിടെ പാർക്കാണ്, ബാക്ക് സൈഡിൽ പാർക്കാണ്. അവിടെ എനിക്ക് ഇറങ്ങണ്ട, നമുക്ക് ആ പ്രായം കഴിഞ്ഞില്ല. അവിടെ എന്താ പാർക്കാണ് ആ ഏരിയ. പക്ഷെ നമ്മൾ ഫ്ലവർ ഗാർഡൻ എത്തിക്കൂടെ. ഞാൻ ഈ കുട പിടിച്ചിരിക്കുന്ന കോട ആയതുകൊണ്ടല്ല, മഴ ചാറുന്നുണ്ട്. മഴ ഇറ്റ്സ് ഡ്രിസ്ലിംഗ് ഇൻസൈഡ് ഫ്ലവർ ഗാർഡൻ. ദിസ് ഈസ് ദ സിനിക് ബ്യൂട്ടി ഓഫ് ദാറ്റ് ഫ്ലവർ ഗാർഡൻ ഇൻ വാഗമൺ. കോടയാണ്. അഡ്വഞ്ചർ പാർക്കിലും ഇതേ സീനായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നിലും കയറിയില്ല, ബോട്ടിങ്ങിലും കയറിയില്ല. ഇനി ടീ ഗാർഡനിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇന്നത്തെ ക്ലൈമറ്റ് ഇതിപ്പോൾ ഞാൻ ഉച്ച 1 മണിയാണ്, പക്ഷെ ഭയങ്കര ഒരു കോട മഞ്ഞ് മൂടി കിടക്കുന്നൊരു ക്ലൈമറ്റാണ്. This is the flower garden where different anthuriums. ഒരു ഇരിപ്പിടമുണ്ട് ഇവിടെ. വരും.
ഇതെല്ലാം ഫ്ലവർ ഗാർഡനകത്താണ്. ഇപ്പം കോട ഇച്ചിരി മാറി, നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു കയറി വന്നപ്പോൾ. റോസ് ഗാർഡൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മഴയും കോടയും കൂടെ ഒരുമിച്ചാണ്. കണ്ടോ, മഞ്ഞ് മൂടിക്കിടക്കുന്നു. അതുകൊണ്ട് ഗേറ്റ് എൻഡാണ്. ഇനി തിരിച്ചു പോകണം. കണ്ടോ, അവിടെ ഒരു ഗേറ്റ് നിങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞു. അത് എൻഡാണ്. അടിപൊളി മഴയാണ് ദിവസം കാണാമോ? ഞാൻ മഴയാണ്. വി ലവ് വാഗമൺ എന്ന് എഴുതിയെടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ ചെരുപ്പ് താഴെ ഇട്ടു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചറുക്കും ഹീൽസൊക്കെ കണ്ട് ഇവിടെ ചെളിയാണ്. താഴെ ചെന്നിട്ട് ഇടാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഞാൻ മണ്ണിലാണ് നടക്കുന്നത്. കഴിയുന്നതും ഹീൽസൊക്കെ ഇട്ടുകൊണ്ട് വരായിരുന്നു. ഷൂസ് ഇട്ടാലും പണി കിട്ടും, കമ്പിയൊക്കെ ഉണ്ട്. സോ താഴെ പോയി ഇടാം, കുറച്ച് ദൂരമേ ഉള്ളൂ. അങ്ങോട്ടും ഉണ്ട് ഒരുപാട്. നമുക്കിനി തിരിച്ച് പോകാം. കാരണം ഇതേപോലെ വല്ല പുൽമേടുകളും കഴിക്കാനും വേറെ ലൊക്കേഷൻസും കവർ ചെയ്യാനുണ്ട്. സോ പോവാം. പ്രോപ്പർട്ടിയിൽ ചെക്ക് ഇന്നും ചെയ്യണം. അവിടെ ഇരിക്കാൻ കുറേ കസേരയുണ്ട്, അങ്ങോട്ട് പോവാം. അവിടെ സ്ലിപ്പറിയാണ്, ചെളിയാണ്. ഞാൻ എൻ്റെ ചെരുപ്പ് കയ്യിൽ തന്നെ പിടിച്ച് പോവാം, അതാണ്, അല്ലെങ്കിൽ ടാസ്ക് ആവും. എൻ്റെ ഫോണിൻ്റെ മെമ്മറിയും ബാറ്ററിയൊക്കെ ഡൗൺ ആവാറായി ഗൈസ്. ഞാൻ അവിടെ നിന്നാണ് വന്നത്, അങ്ങ് ബാക്കിൽ നിന്ന്. ഇത് തിരിച്ച് പോകണം. എൻ്റെ ക്യാബ് ഡ്രൈവർ വെയിറ്റിംഗ് ആണ്. അദ്ദേഹം വിചാരിക്കും ഞാൻ എവിടെയെങ്കിലും എസ്കേപ്പ് ആയെന്ന്. സോ ഇതൊക്കെ തന്നെ ഫ്ലവർ ഗാർഡൻ്റെ എല്ലാ അൾട്ടിമേറ്റ് എല്ലായിടം മേള് വരെ കയറിയിട്ട് വന്നു. വി ലവ് വാഗമൺ വരെ. അത് കഴിഞ്ഞ് കോടയുടെ അങ്ങോട്ട് എന്തൊക്കെയുണ്ട് പുൽമേട് പോലെ. ഞാൻ അങ്ങോട്ട് പോയില്ല, കാരണം എനിക്കിനി അടുത്ത് റൂം ചെക്ക് ഇൻ, പിന്നെ ഇവിടെയൊക്കെ പോകണം. ക്യാബ് ഡ്രൈവർ വെയിറ്റിംഗ്. സോ ഞാൻ പോകാമെന്ന് വിചാരിച്ചു.
സോ എൻ്റെ ഫ്ലവർ ഗാർഡൻ വിസിറ്റ് വ്ളോഗ് ഇവിടെ തീരുന്നു. ബാക്കി ഞാൻ ക്യാബിലേക്ക് പോകുന്നു. ഇനി അടുത്ത ലൊക്കേഷനാണ്. അപ്പം ക്യാബിനകത്ത് പോയി എനിക്ക് പവർ ബാങ്ക് ഉണ്ട്, അതെടുത്ത് ചാർജ് ചെയ്തതിന് ശേഷം അടുത്ത വ്ളോഗിൽ അടുത്ത ഭാഗം കാണാം. സോ ഫ്ലവർ ഗാർഡൻ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. ബൈ. പൈൻ ഫോറസ്റ്റിലേക്കുള്ള റൂട്ടാണ്. നമ്മളിപ്പോൾ പൈൻ ഫോറസ്റ്റിലേക്ക് പോവാണ്. വണ്ടി കുറച്ച് ദൂരം നിൽക്കും, പിന്നെ 2 സൈഡ് സ്റ്റോറുകളുണ്ട്. 100 മീറ്റർ നടക്കണം. ടിക്കറ്റിനുള്ള ക്യൂ ആണ്. ഒരു ടിക്കറ്റ്. ഭയങ്കര സ്ലോപ്പാണ് കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ എടുക്കാം. കാണാൻ മാത്രമൊന്നും അവിടെ ഫോട്ടോ പൈൻ ഫോറസ്റ്റിൻ്റെ മണ്ടയ്ക്കൊന്നും ഞാൻ കയറി സാഹസികതകൾ കാണിക്കുന്നില്ല, കാരണം നല്ല സ്ലോപ്പാണ്. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സും വേണ്ടോ. സോ എല്ലാവർക്കും സീൻ ഉണ്ടാക്കാതിരിക്കുമ്പോൾ ഞാൻ ഇവിടെ നിൽക്കാം. കുറച്ചുകൂടെ വേണമെങ്കിൽ കയറാം. നല്ല ചരിവും സ്ലിപ്പറിയുമാണ്, നോക്കിക്കോ. ആ റൂട്ട് കണ്ടോ. സോ ചെരുപ്പിടുന്നവർ സൂക്ഷിച്ച് വരണം, അല്ലാത്തവരും സൂക്ഷിച്ച് വരണം. നമ്മൾ കഴിഞ്ഞു പോകും. അങ്ങനെ വാഗമൺ മെഡോസിനകത്താണ് നമ്മൾ. നല്ല മഴയാണ് ഡിയേഴ്സ്. ഇവിടെയും ഞാൻ ചെരുപ്പിട്ടില്ല, കാരണം എനിക്ക് പണി ചെരുപ്പിടാതെയാണ് ഞാൻ പോകുന്നത്. കാരണം എനിക്ക് ചറക്കി വീഴാൻ വയ്യ, സ്ലിപ്പറിയാണ്. പൈൻ ഫോറസ്റ്റ് വരുമ്പോൾ ശ്രദ്ധിക്കുക, ഭയങ്കര സ്ലിപ്പറിയാണ്. ചെരുപ്പൊക്കെ ഇട്ട് താഴെ വന്ന് വീണ അത്ര തന്നെ. നോക്ക്, കോടയാണ് ഇവിടെയും.
പക്ഷെ കുഴപ്പമില്ല. സോ അങ്ങനെ ഞാൻ വാഗമൺ പൈൻ മേഡോസിൽ എത്തിയിട്ടുണ്ട്. മൊട്ടക്കുന്നെന്ന് പറയും. വലിയ ടാസ്ക്കാണ്. ഇന്ന് തങ്ങൾപ്പാറ കവർ ചെയ്യാൻ പറ്റുമെന്ന് ഡൗട്ടാണ്, കാരണം നല്ല മഴയാണ്. ഇനി ആ ക്യാബ് ചേട്ടൻ്റെ അടുത്ത് ചോദിക്കണം, അതിൻ്റെ കാശ് റെഡ്യൂസ് ചെയ്തിരുന്നു. കാരണം അവിടെ പോകുന്നില്ലല്ലോ, പോയാലും കയറാൻ പറ്റൂല. ഈ ക്യാബുകാർക്കൊരു പ്രശ്നമുണ്ട്, അവരുടെ ലോക്കൽസ് ആണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. പൈൻ ഫോറസ്റ്റിൽ ഞാൻ നന്നായിട്ട് പാടുപെട്ട്. ഹീലിൻ്റെ കണ്ടല്ലോ, ഒരു ഹീല് ആദ്യം കണ്ടല്ലോ നിങ്ങൾ വീഡിയോയിൽ. സോ അതിനേക്ക് അത്രയും സ്ലിപ്പറിയാണ്. ഞാൻ പിന്നെ മനഃപൂർവ്വം ചെരുപ്പിട്ടില്ല, ഇവിടെയും ഞാൻ ചെരുപ്പിട്ടിട്ടില്ല, കണ്ടോ. കാരണം ചെരുപ്പിട്ട് കഴിഞ്ഞ് ചരുവിൽ നിന്നൊക്കെ വന്ന് വീണ സ്കിഡായ, അല്ലാതെ തന്നെ എനിക്ക് കാലിന് ഗ്രിപ്പ് കിട്ടുന്നില്ല നനവ് കാരണം. ടിക്കറ്റുണ്ട് പൈൻ ഫോറസ്റ്റിൽ. ഞാൻ പറഞ്ഞുതരാം, എൻ്റെ കയ്യിൽ സ്ലിപ്പ് വെച്ചിട്ടുണ്ട്. പൈൻ ഫോറസ്റ്റിലും ടിക്കറ്റ് ഉണ്ടായിരുന്നു. പൈൻ മെഡോസിൽ 25 ആണ്. പൈൻ ഫോറസ്റ്റിൽ 30 ആയിരുന്നു കേട്ടോ ടിക്കറ്റ്, ഓർമ്മയുണ്ട്. എല്ലാ ടൂറിസ്റ്റ് പ്ലേസസ് ടിക്കറ്റിൻ്റെ ഇടപാടല്ലേ. പൈൻ മെഡോ ഫോറസ്റ്റിലെ മുട്ടക്കുന്നിലെ യാത്ര. ഇവിടെ ഒന്നും റീൽ എടുക്കാൻ തഴവില്ല. ഇപ്പോൾ ഇങ്ങനെ പോയി നടക്കുക, അത്രേ ഉള്ളൂ. കാരണം ഒന്നും നെറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല സ്റ്റാൻഡ് ഇവിടെ വെക്കാൻ. കയ്യിൽ വെച്ച് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഈ സാധനം തന്നെ കംപ്ലീറ്റ്. നല്ല ഭംഗിയുണ്ട്. So this is the Pine Meadows tourist destination Vagaman, where I am standing right now. ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്. അങ്ങ് സിപ്പ് ലൈൻ ഇവിടെയുണ്ട്, കാണാം. ഫ്രെയിം അങ്ങോട്ടൊക്കെ നടക്കണം. അപ്പോൾ പൈൻ മെഡോസ് വീഡിയോ ഇത്രയും വരെ ഉള്ളൂ. ഞാൻ മുട്ടക്കുന്നിൽ നിന്ന് താഴേക്ക് ഇറങ്ങുവാണ്. ബൈ. അടുത്ത വീഡിയോയിൽ പാക്കലാം. പൈൻ മെഡോസിൻ്റെ ഫ്രണ്ട് ഞാൻ എടുത്തില്ല, എടുക്കുമ്പോൾ കാണിച്ചു തരാം. സോ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ലോഗ്. ബാക്കിയാണെങ്കിൽ താഴെയാണെങ്കിൽ അവർക്ക് ടിക്കറ്റ് എടുത്തത്. ഇതിനൊക്കെ തിരിക്കാൻ പറ്റൂല. ഞാൻ ഇതിനകത്ത് തള്ളിക്കയറി വന്നിരുന്നു. വാഗമൺ കഫേ എന്ന് പറയുന്ന വാഗമൺ ടൗണിലൊരു ഹോട്ടലിൽ നിന്നാണ് ഞാൻ ആഹാരം കഴിക്കാൻ കയറിയത്. നല്ല ലേറ്റായി. ഇപ്പം തന്നെ മണി 3:30 ആയെന്ന് തോന്നുന്നു. സൈറ്റ് സീയിങ്ങിന് പോയാൽ അങ്ങനെയാണല്ലോ, കറക്റ്റ് നമ്മൾ ഫുഡ് നിന്നുകൊണ്ടിരുന്ന ഈ ക്യാബുകാർ അവർക്കൊരു കണക്കുണ്ടല്ലോ. ഫുഡ് വരട്ടെ.
നമ്മൾ അടുത്തത് വാഗമൺ ടീ പ്ലാന്റേഷനും ബോട്ടിംഗ് പോയിന്റ്, വാഗമൺ ബോട്ടിംഗ് ലേക്ക് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഞാൻ കയറിയിട്ട് വിശേഷം പറയാം. ഇതാണ് നമ്മുടെ ബോട്ടിംഗ് ലേക്ക്. ഫിക്സായി. ഇനി എനിക്ക് ബോട്ടിംഗ് ഹരമാണെന്ന് അറിയുമ്പോൾ പലർക്കും അറിയാം. ഞാൻ ആ തുഴയുന്ന ആളെ കാത്തു നിൽക്കും. വരട്ടെ, ഞാൻ ബോട്ടിങ്ങിൽ പോയിട്ട് വിശേഷം പറയാം. ബോട്ടിംഗ് എൻ്റെ ഒരു ആഗ്രഹമാണ്, എവിടെ പോയാലും. ബൈ. നമുക്ക് തൊഴയാനൊരു ചേട്ടനുണ്ട്. ഇത് നാമ എക്സ്പീരിയൻസ് ഇല്ലാതെ തൊഴ മുടിയുമാ? സിംഗിളാ എക്സ്പീരിയൻസ് ഇല്ലാതെ തൊഴ മുടിയുമാ? அது ஓட்டிக்க தெரியாங்களா சமாளிக்கலாமா? ஆனா சிலர் சொல்லுவீங்க சிலர் பெடல் பண்ணா போட் நீங்க மாட்டா. ஆனா நாம சிங்கிளா போறேன், சிலவங்களுக்கு மூணா இருந்தா தான் பயமா இருக்கு. ஆனா இப்ப நீங்க ஒரு ஃபேமிலி இறக்கீங்களா, அதுல அக்கா எல்லாமே விரண்டு இருக்குது. ஆனா அவங்க குரூப்பா தான் இருக்கு இல்லையா, நம்ம மாதிரி ஒற்ற போகிறது கிடையாது. எனக்கு போட்டிங் போற ரொம்ப பிடிக்கும். இல்ல நான் ஒத்தைக்கு தான், நான் தனியா தான் போவேன் ட்ரிப்புக்கு. கூட மற்றபடி சில ட்ரிப்பு ஃபேமிலியோட போவேன், அம்மா அப்பாவோட. சிலது ஒத்தைக்கு தான் போவேன். തിരുവനന്തപുരം, ട്രിവാൻഡ്രം. ആന ഒറ്റയ്ക്ക് പോണാ കൊഞ്ചം ഗട്ട്സ് വരും. കൂട്ടത്ത് പോണോന്നാ എപ്പോഴുമേ നമുക്കൊരു ഭയവാത്തായിരിക്കും. ഉങ്ങളോட ஊரு തമിഴ്നാടാ? മാർത്താണ്ഡോ? മാർത്താണ്ഡത്ത് എങ്ക പക്കം? എന്നോട് അപ്പാவோட വീട് വെട്ടുപണി പക്കം. വെട്ടുപണി കാപ്പിക്കാട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വാഗമൺ വരുമ്പോൾ ബോട്ടിങ് ഒറ്റയ്ക്ക് ചെയ്യാൻ കട്സുണ്ടെങ്കിൽ ചെയ്യുക. ഐ ഡോണ്ട് നോ, എനിക്ക് സ്വിമ്മിങ്ങും അറിയില്ല, തുഴയാനും അറിയില്ല. സോ ഞാൻ ആളെ കൂട്ടി. പക്ഷെ ഈ വഞ്ചിയിൽ, ഈ ബോട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ, പുള്ളിയെ കൂടാതെ. அந்த மரத்துக்கு என்னாவது பிரத்யேகதை இருக்கா? உங்களுக்கு லைஃப் ஜாக்கெட் தேவையில்லையா? உங்களோட ஃபேமிலி எல்லாம் மார்த்தாண்டம் தானா? ஓ, எப்படி இங்க இந்த வேகன்சி தெரிஞ்சது? ഇല്ല, രണ്ട് ചിന്ന പിള്ളകള് തൊലഞ്ഞു പോകത്.
അങ്ങനെ നമ്മുടെ വാഗമൺ ലേക്ക് ബോട്ടിംഗ് സർക്യൂട്ട് സക്സസ്ഫുള്ളി വിജയിച്ചിരിക്കുന്നു. സോ ഇനി ഞാൻ ടീ പ്ലാന്റേഷനകത്ത് പോയി അർമാദിക്കില്ല, ബാക്കി സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. സോ നമ്മൾ സക്സസ്ഫുള്ളായി ഇനി അങ്ങ് വരെ പോകണം. എന്നാലും ഒരു റൗണ്ട് കറങ്ങിയില്ല. സോ ഈ ബോട്ടിംഗ് ലേക്ക് വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സുജാസ് ഡെയിലി ഡാൻസിൽ എൻ്റെ വ്ളോഗ്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ. അങ്ങനെയാണ് നമുക്ക് പോയി ഇറങ്ങേണ്ടത്. അങ്ങേറ്റം അവിടെ നമ്മൾ പോയ ഒരു റൗണ്ട് ചുറ്റി വന്നു. ടീ പ്ലാന്റേഷനിലേക്കുള്ള ബ്രിഡ്ജ്. അങ്ങനെ നമ്മൾ തിരിച്ച് ആ പോയിന്റിൽ തന്നെ എത്തി. ഇനി നമുക്ക് ടീ പ്ലാന്റേഷനിലേക്ക് ഒന്ന് പോയിട്ട് വരാം. അങ്ങനെയാണ് ഞാൻ പോകാൻ പോകുന്നത്. അടയ്ക്കാറായി. അത് ടീ പ്ലാന്റേഷനിലേക്ക് പോകുന്ന ബ്രിഡ്ജാണിത്. അതായത് അങ്ങ് മേളിൽ കയറാൻ. ഞാൻ പോയിട്ട് വരാം. ഫോട്ടോ എടുക്കാൻ വേണ്ടി പട്ടി അവിടെ കിടന്നു. അങ്ങനെ നമ്മൾ എത്തി. അങ്ങനെ ടീ പ്ലാന്റേഷനിൽ എത്തി. ഞാനങ്ങ് മണ്ടയിൽ കയറിയില്ല. ഞാൻ കുറച്ചൊരു ഹൈപ്പിൽ മാത്രമേ പോകുന്നുള്ളൂ. ഞാൻ അത്ര മേള് വരെ കയറാം. പക്ഷെ കാല് ചേർക്കും. അതാണ് ടാസ്ക്. ഒന്നും എൻ്റെ കാല് ചെരുപ്പുമില്ല. ചെരുപ്പ് ഞാൻ ആ ഹീൽസ് മാറ്റി വെച്ചതാണ്. സോ അത്രയും മതി. സോ ടീ പ്ലാന്റേഷനിലേക്ക് പോയ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ. അടുത്ത വ്ളോഗിൽ പാക്കലാം. ഇനി പ്രോപ്പർട്ടി സ്റ്റേക്കേഷൻ്റെ നമുക്ക് നോക്കാം. അടുത്ത സ്റ്റേക്കേഷൻ പ്രോപ്പർട്ടിയിൽ എത്തിയിട്ട് ബാക്കി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ. ഇതാ നല്ല കോട വരാനുണ്ട്. അവിടെ ആ തേയില പ്ലാന്റേഷൻ നമ്മൾ കയറിയെടുത്തൊന്നും കാണാനേ പറ്റുന്നില്ല. അവിടെ എന്തൊക്കെയോ പുഴുക്കളൊക്കെ ഉണ്ട്. കാലിൽ ചെരുപ്പിട്ടില്ലെങ്കിൽ കടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാനങ്ങ് ആയി വരുമ്പോൾ ഞാൻ കയറി അതിൽ ചർക്കുകയും ചെയ്തു. എനിക്ക് വീണ് ചാവാൻ വയ്യ. ഇതിൻ്റെ കാല് കണ്ടോ, ചെരുപ്പിട്ടിട്ടില്ല, ഹീല് ചെറുക്കുന്നുണ്ട്. ഹീലൊക്കെ ഇട്ട് കയറിയാൽ വളരെ കെയർഫുള്ളാണ്. മൂക്കും കുത്തി താഴെ വീഴും. പിന്നെ എന്തോ കൊക്കാപ്പുഴ ഇവിടെ ഉണ്ടെന്നെന്തോ ആരാണ്ടോ പറഞ്ഞു, ആ ബോട്ട് ചേട്ടൻ. അതും കൂടെ കിടപ്പം മതിയായി.